ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് അറിയില്ല, പക്ഷെ പലപ്പോഴും ഇത് കാണാൻ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള വ്യക്തികൾ എൻ്റെ ലൈഫിൽ ഉണ്ടോ എന്ന് അറിയാനായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും കേട്ടോ. എനിക്ക് പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേപോലെ. ചില വ്യക്തികൾ അങ്ങനെയാണ്, നമ്മൾ ഇത്ര ഹൃദയം പറിച്ചു കാണിച്ചു കൊടുത്താലും, നമ്മൾക്ക് എത്ര രീതിയിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടാലും അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പം ഇങ്ങനെ ആയിരിക്കാം അവർ ബിഹേവ് ചെയ്യുക. നമുക്ക് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആൾക്കാരുടെ അവരുടെ സെൽഫിനെ ആയിരിക്കും അവർ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവുക. അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യം കഴിച്ചു മാത്രമായിരിക്കും അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ടാവുക. അത് അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ, അവരുടെ വൈഫോ ഹസ്ബൻഡോ ഫ്രണ്ട്സോ ആരായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെയും തള്ളി പറയാനും അല്ലെങ്കിൽ ആരെയും യൂസ് ചെയ്യാനും മടിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ജീവിതത്തിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ ഇപ്പോഴും അത് എന്താണെന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഈ കാര്യം, ഈ 6 കാര്യങ്ങള് വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരെ അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അവർ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് ചിന്തിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് തരത്തിൽ നോക്കണം. നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക വ്യക്തി എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഒരൊറ്റ പോയിന്റിന്റെ പേരിൽ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഇതേ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ബാധിക്കും. ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവാം എന്നെ ഇയാൾ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇയാള് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്. എന്നാൽ പോലും നമ്മുടെ ഇമോഷണൽ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് അത് വിട്ട് കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ സത്യാവസ്ഥ മുഴുവൻ അറിഞ്ഞിട്ടും ആയിരിക്കാം. അങ്ങനെയുള്ളത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇമോഷണലി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കത് ഒരുപാട് പെയിൻഫുൾ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും ദൂരെ നിൽക്കുക. അല്ലാതെ അവരെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരെ മുമ്പിൽ ഇട്ട് പരിഹസിക്കണമെന്നോ ഒന്നും പറയുന്നില്ല കേട്ടോ. വിട്ടു നിൽക്കുക. ഇതിന് വേണ്ടിയിട്ട് കേട്ടോ ഈ പറയുന്നത്. ഇതിന്റെ ലൈഫിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ, എന്നെ യൂസ് ചെയ്യാണെന്നും അല്ലെങ്കിൽ എന്നെ ഒട്ടും വില മതിക്കുന്നില്ല എന്നും, ഞാൻ കാണിക്കുന്ന ആ ഒരു സീരിയസ്നെസിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ ഒരു അംശം പോലും തിരിച്ചിങ്ങോട്ടില്ല എന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത 6 ലക്ഷണങ്ങളാട്ടോ, ഒരു വ്യക്തിയുടെ 6 ലക്ഷണങ്ങളാണ് ഇതിൽ ഞാൻ പറയാൻ പോണത്. വളരെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള വിശ്വാസവഞ്ചനകൾ കാണിക്കുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെക്കും സ്നേഹത്തിന്റെ പേരില്. പക്ഷെ വളരെ വലിയ വിശ്വാസവഞ്ചന അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മളെ എത്രത്തോളം പെയിൻഫുൾ ആക്കുന്നുണ്ട് അല്ലേ. അപ്പം ഞാനിപ്പോ പറയാൻ പോകുന്ന 6 കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നോക്കാം. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് തോന്നുന്നുണ്ടാവും, ആ ആള് കാണിക്കുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങളും നിങ്ങൾ കേട്ടു നോക്കുക. അതുപോലൊരു വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ തള്ളിക്കളയണമെന്നോ അല്ലെങ്കിൽ ഒഴിവാക്കണമെന്നോ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ നിർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ആ വ്യക്തി എപ്പോഴും തമാശ രൂപേണ നിങ്ങൾ പരിഹസിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചില വ്യക്തികളടുത്ത് എപ്പോഴും തമാശ എന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഒരു കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് നമ്മളെ പറ്റി അവർ പറയുന്നതും അതിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ജോക്ക് എന്ന രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ടാവായിരിക്കാം. പക്ഷെ അത് എന്തെങ്കിലും പെട്ടെന്നൊരു ഇൻസിഡൻസ് വരുമ്പോൾ ചില ആൾക്കാര്, ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ള ആൾക്കാര് ചില സമയത്ത് ഇതിങ്ങനെ പറഞ്ഞു പോകും, നമ്മുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മള് ചിലപ്പോൾ പരിഹസിച്ചെന്ന് വരും എല്ലാവരും ചിരിക്കാൻ വേണ്ടിയിട്ട്. അത് റയർലി ഹ്യൂമർ സെൻസ് അധികമുള്ള ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. എന്നല്ലാതെ ചില ആൾക്കാർ നമ്മൾ ഇന്റൻഷ്യലി ഏത് സിറ്റുവേഷൻസ് വന്നാലും പരിഹസിക്കാനായിട്ട് ഇരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ് പോലും നിങ്ങളോട് ആ വ്യക്തിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. നിങ്ങൾ അവരെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? എന്റെ ഫാമിലി ലൈഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഏത് നേരം ഏത് സിറ്റുവേഷൻസ് വന്നാലും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പം രണ്ടുപേരും രണ്ട് ലെവലിലാണ്. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റെസ്പെക്ട് ആണ്. ആ റെസ്പെക്ട് കൊടുക്കാതെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പെർസെൻറ്റേജ് പോലും നമ്മൾ കൊടുക്കുന്ന സ്നേഹമോ പരിഗണനയോ ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവുന്നത് വളരെ ബെറ്റർ ആണ്.
എന്തൊരു കാര്യം നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ട് അത് ചെയ്ത കാര്യം ഇത് ഞാൻ ചെയ്തതാണെന്ന് ഏറ്റെടുക്കുകയില്ല, ഏത് സമയം നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ പൊതുവെ കാണുക, നമ്മൾ ഒന്നിച്ചൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊളീഗ്സ് ആണ് അവർ എന്തെങ്കിലും ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. എന്റെ ലൈഫിലൊക്കെ ഞാൻ എവിടെയും വർക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല, എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പൊതുവെ നമ്മളെല്ലാരും കൂടി ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യം പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ലാസ്റ്റ് അത് ആ കൂട്ടത്തിൽ വളരെ പാവമായിട്ടുള്ള ഒരു വ്യക്തിയുടെ തലയിലേക്ക് വെക്കുക. ആ ഒരു കൂട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേര് ചെയ്യുകയാണെങ്കിൽ ഒന്നിനും ഭയങ്കര ഓവർ സ്മാർട്ട് ആയിരിക്കും. അത് എല്ലാ കാര്യവും ചെയ്യാൻ ചിലപ്പോൾ എല്ലാ കാര്യം പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ പറയാം, നോട്ട്ബുക്ക് ഫിലിമിൽ കണ്ടിട്ടില്ലായിരുന്നില്ലേ പാർവതി ചെയ്ത ഒരു ക്യാരക്ടർ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻസ്. അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാനേ കൊള്ളില്ല. ഒരു പക്ഷെ ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു നിലനിൽപ്പിന് വേണ്ടി ചെയ്തു പോയ കാര്യത്തിന് അവർക്ക് തന്നെ റിഗ്രറ്റ് ആവുകയും ആ കുട്ടിയുടെ മാനസിക നില തന്നെ മാറിയത് കാണുന്നുണ്ട്. ചില വ്യക്തികൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, എല്ലാ സിറ്റുവേഷൻസിലും എപ്പോഴും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ബ്ലെയിം ചെയ്യും, അവരതിന് സ്കൂട്ടായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാലും പിന്നെയും നമ്മള് എന്നിട്ട് നമുക്കത് ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് വരും. പിന്നെയും ഇതേപോലെ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ എന്താണ് കൈ ഒഴിഞ്ഞു പോവാന്ന് പറയുന്നത്. ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരെയും ഒരു കാലത്ത് വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടുകൂടാതിരിക്കുക, അവരുമായിട്ട് ഒരു കാര്യത്തിലും പോകാതിരിക്കാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഒരുപാട് റീസൺസ് എന്നോട് പറയാനുണ്ടാവും, നിങ്ങളെ വിശ്വസിപ്പിക്കാനുണ്ടാവും. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾക്ക് നല്ലത് വരണമെന്ന് പറയുകയും ചെയ്യും, നമ്മൾ കാണത്തൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഞാൻ ചില ഫാമിലിയിൽ, എന്റെ ഫാമിലിയിലൊക്കെ കണ്ടിട്ടുണ്ട്. മോളെ അങ്ങനെയാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് പറയും, പിന്നെ എന്നിട്ട് നമുക്ക് എതിരായിരിക്കും മറ്റുള്ളവർക്ക് പറയുക, അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളുടെ ഒരു എന്തെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റിയായിരിക്കും നമുക്ക് വേണ്ടി നമ്മളോട് പറഞ്ഞിട്ട് വേറെ അടുത്ത് പോയിട്ട് നമുക്കെതിരെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാട്ടോ. അവര് തീർച്ചയായിട്ടും നിങ്ങളെ എവിടെ വെച്ചാലും നൈസായിട്ട് നിങ്ങളെ ഒഴിവാക്കും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ചില ആൾക്കാർ എത്ര പഠിച്ചാലും പഠിക്കില്ല, പിന്നെയും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് ഒതുക്കുന്ന രീതിയിൽ ഒന്നും ഇല്ല, പക്ഷെ അത് ഭയങ്കര പോളിഷിംഗ് ആയിരിക്കും. നമ്മളെ ഭാഗത്ത് നിന്നിട്ട് ഭയങ്കര രീതിയിൽ നീ അങ്ങനെയാണ്, നീ കറക്റ്റ് ആണ്, നീ സൂപ്പറാന്നൊക്കെ നമ്മൾക്ക് പറയുകയും ചെയ്യും, എനിക്കെതിരെ നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചാൽ പിന്നീട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിലൊരു വ്യത്യാസമൊന്നും കാണില്ല. കാരണം അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റേ അല്ല, അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്ട് ഇല്ല. അവർക്ക് അവരുടെ മൈൻഡിൽ എന്താണോ തോട്ട് വന്നിട്ടുള്ളത് ആ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കുക, അവർക്ക് മുന്നോട്ട് പോകാൻ ഇഷ്ടം. കാരണം രണ്ട് തോണിയിൽ കാല് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നിങ്ങളടുത്ത് വന്നിട്ട് അതേപോലെ നിങ്ങൾക്കെതിരെ മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളവരെ ഒരിക്കലും കൂടെ കൂട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുള്ളവരായിട്ട് ബിഹേവ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഡെഫിനറ്റ്ലി അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, അവർ എന്തിനെ അപ്രോച്ച് ചെയ്യുന്നത് സംശയത്തോടു കൂടി ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നല്ല ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ലതായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്തൊരു കാര്യം അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ സംശയങ്ങൾ അങ്ങനെ ഇട്ട് തന്നോണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പം നിങ്ങളടുത്ത് നിങ്ങളോടുള്ള ദ്രോഹം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ ആയിരിക്കില്ല, അവരുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അവരുടെ ലൈഫിലും അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. എന്ത് അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരു സംശയ കണ്ണോടുകൂടെ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിട്ട് എപ്പോഴും ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിലെല്ലാം ഇങ്ങനെ സംശയങ്ങൾ ഇട്ട് തന്നോണ്ടേയിരിക്കാം. നമുക്ക് നേരെ നമ്മുടെ അടുത്ത് എപ്പോഴും ഇതേപോലെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട്സും ആ രീതിയിലേക്ക് പോകും. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെന്താ എപ്പോഴും ഇങ്ങനെ ഡൗട്ട്സ് മാത്രം പറയണേ, ഇവളെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ, അല്ലെങ്കിൽ ഇവനെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ കുറച്ച് ദൂരം നിർത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ വളരെയധികം നമ്മൾ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ക്യാരക്ടറുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നത് വളരെ നല്ലതാട്ടോ. ചില ആൾക്കാരുണ്ടാവും, അവർ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യാന്നൊക്കെ പറഞ്ഞവർക്ക് ഇറങ്ങിത്തിരിക്കുക, പക്ഷെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ആകെ അവിടെ നിന്നിട്ട് ആകെ വല്ലാതാവും. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഒരിക്കലും സ്വന്തം ഒരു നിലപാടില്ലാത്ത ആൾക്കാര്, അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചെയ്യാൻ തീരുമാനം എടുക്കുമോ അല്ലെങ്കിൽ അവരോട് പറയുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ പോയിട്ട് നമ്മൾ നിന്നെടുത്ത് സ്റ്റക്കായി പോകും. അങ്ങനെയുള്ള ആൾക്കാരെ തീരെ വിശ്വസിക്കാൻ പാടില്ല. അവർ എപ്പോ വേണമെങ്കിലും മറികണ്ഠം ചാടാന്നുള്ള മറ്റേ രീതിയിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും. ഒന്നിനും ഒരു പറയുന്ന ഒരു കാര്യങ്ങൾക്ക് ഒരു നിലപാട് ഉണ്ടാവില്ല. അവരുടെ കൂടെ നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അങ്ങനെയുള്ള ആൾക്കാരെയും തീരെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ദൂരെ നിർത്തുന്നത് വളരെ നല്ലതാണ്.
നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്, അത് നമ്മൾ ഈ പറയാൻ പോകുന്ന വ്യക്തിയോട് നമ്മൾ പറയുകയാണെങ്കിൽ ആ വ്യക്തി മൊത്തത്തിൽ അട്ടിമറിച്ച് നിങ്ങളെ കൈ തരും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാർഡ് ആവും. നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, ആ ഡിസിഷൻ നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോയി പറഞ്ഞായിരിക്കും, പിന്നെ നിങ്ങൾക്ക് അതൊരു ഹാർഡർ ആവും, നിങ്ങൾക്കൊരു പ്രശ്നമാവും, നിങ്ങൾക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകേണ്ട കയ്യേറി. കാരണം അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് അതിനുള്ള ഇമ്പാക്ട് തന്നിട്ടുണ്ടാവുക. നിങ്ങളെ മൊത്തത്തിൽ ആ വ്യക്തി മാറ്റിമറിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു നല്ല പോസിറ്റീവ് തോട്ടിലായിരിക്കും ആ കാര്യം കൊണ്ടുവന്നിട്ടുണ്ടാവുക, പക്ഷെ ആ വ്യക്തി നിങ്ങളെ മൊത്തത്തിൽ അട്ടിമറിക്കും. നിങ്ങൾക്ക് അത് പിന്നെ ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്ട് എടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായുള്ള കാര്യമായിരിക്കും, ഒരു ന്യൂ റിലേഷൻഷിപ്പിൽ പോകുന്ന കാര്യമായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യമാണ് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ഉണ്ടാക്കി തരുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ അത് വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ അത് നഷ്ടം എന്ന് കുറെ കഴിഞ്ഞ് തോന്നുന്ന സമയത്ത് നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പോവുകയാണെങ്കിൽ അതിനൊരു കുറെ എക്സ്ക്യൂസസും പറയാനുണ്ടാവും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ ഇച്ചിരി കുശുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം, എല്ലാത്തിനും ഈ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്ക്യൂസസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു കാര്യം, നിങ്ങളുടെ എന്ത് കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കുന്ന വ്യക്തികളായിരിക്കില്ല അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ളതിൽ നിന്നും ദൂരെ നിൽക്കുക. പിന്നെ പൊതുവെ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ പോകുമ്പോഴും നിങ്ങളോട് ചിന്തിക്കുക, നിങ്ങൾ മനസാക്ഷിയോട് ചോദിക്കുക അത് ശരിയാണോ തെറ്റാണോ ഉള്ളത്. 100 ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാൻ പോകുമ്പോൾ അത് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. കാരണം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, അവരുടെ ചിന്താഗതികൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് സക്സസ് ആയിട്ട് മറ്റുള്ളവർക്ക് പറയുന്നതാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷേ ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാനും അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇതുപോലെയാണ് മറുപടി തരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ദൂരം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ 6 പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാരുടെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം നമ്മൾക്ക് റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇമോഷണലി മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചും കൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ പലരും നമ്മളെ തള്ളിക്കളഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആരും ഇല്ലാത്തവരായിപ്പോവും. അപ്പം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാടെ അവർ ഒഴിവാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു സ്പേസ് ഇടുന്നത് വളരെ ബെറ്റർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അധികം നഷ്ടങ്ങൾ ഉണ്ടാവില്ല, വേദനകൾ ഉണ്ടാവില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.